ഹലോ ഗെയിംസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗെയിം മാസ്റ്റർ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിന്ന് ഒരു വെറൈറ്റി ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രെയിൻ റൂട്ട് X2 ക്യാഷ് എന്ന് പറയുന്ന ഗെയിമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പോൾ ട്രെൻഡായിട്ട് ഇരിക്കുന്ന ഒരു ഗെയിം തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഷൂട്ട് ചെയ്യാനായിരിക്കും തോന്നുന്നു ഈ ഗെയിം. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം നമ്മളുടെ റോഡ് ടു 200K ആണ് ഗൈസ്. 200 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. 10K ക്യാഷ്. ഓക്കെ, അതൊക്കെ കിട്ടി. നമുക്കപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അറിഞ്ഞു. ഇവിടെ വന്നിട്ട് എടാ നമ്മൾ എയിം ചെയ്യണോടാ എൻ്റെ മോനെ. എനിക്ക് സ്ട്രോബെറി എലിഫൻറ്റിന് വേണം. എങ്ങനെ ഷൂട്ട് ചെയ്യുന്നേ? പൊട്ടത്തിന്. അയ്യോ എടാ, എനിക്ക് ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. ഞാൻ ഷൂട്ട് ചെയ്ത് ഗുസിനി. എടാ എൻ്റെ പൊമ്പുമീന് ഔട്ട് ഓഫ് റേഞ്ച്. നമുക്ക് എടാ 400 സാധനം. അയ്യോ പോയി. ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞൂടെ. റൈവൽസിലാണ് നമ്മൾ കിടിലം ഗൈസ്. റൈവൽസ് നമ്മൾ കളിക്കാത്തതാണ്. നമ്മുടെ റൈവൽസിൽ പ്രോ ആയിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു 40 എത്ര ലെവലായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത്തിരി പ്രോ ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും റൈവൽസിൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ഇപ്പോൾ കൊണ്ടുവരും. റൈവൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടടാ. കൊള്ളാം, നല്ല ഗെയിമാണ്. ആക്ച്വലി നല്ല ഗെയിമാണ്. എടാ അത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത്, എനിക്കത് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും എല്ലാവരും കൊല്ലക്കവും അതൊക്കെയായിരുന്നു. പിന്നെ കിടിലം ഗെയിമായി. നമുക്ക് ഈ പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്യാടാ. നമ്മൾ ഇത്തിരി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ എയിമൊന്ന് വെച്ച് നോക്കട്ടെ. എടാ നമുക്കിത് കൂട്ടാൻ പറ്റൂടാ. എടാ എൻ്റെ മോനെ. എടാ നമുക്ക് ഏത് എടുക്കാടാ? എടാ ഔട്ട് ഓഫ് റേഞ്ചാ കൊണ്ടാ. അയ്യോ ക്രോബറി കൊലിഫൻ. ഷൂട്ട് ചെയ്യടാ, ഷൂട്ട്. എനിക്ക് എൻ്റെ എലിഫൻ്റ് വേനാ. എടാ എൻ്റെ എലിഫൻ്റ് ആണ് അവിടെ നടന്നു വന്നത്. അയ്യോ അവിടെ ഞാൻ പേടിച്ചു പോടാ. വലിയ എലിഫൻ്റ്. എടാ ബലൂണൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അയ്യോ അതെല്ലാം എടുത്ത് വെച്ചേക്കും. ആദ്യം കയറി വരട്ടെ. ഇത് ഉണ്ടാകാ, നമുക്ക് എയിം ചെയ്യാം. നല്ല രസമുള്ള ഗെയിമാണ്. നമുക്ക് സ്ട്രോബെറി എലിഫൻ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഒന്നും പറയില്ല. സ്ട്രോബെറി എലിഫൻ്റ് ഒരു ഗുമ്മുള്ള സ്ട്രോബെറി എലിഫാന്തോ ഫ്രീഗോ. അയ്യോ എന്തുവാ. അയ്യോ ഇതൊക്കെ എന്താരാണ്. എടാ സ്നൈപ്പർ അപ്ഗ്രേഡ് ചെയ്യണ്ടേ? മതി. റീബർത്ത് ചെയ്ത എന്തിനാടാ ഗുണം? നമുക്ക് പിന്നെ റീബർത്ത് ചെയ്ത പോലെ. എന്തായാലും ബോട്ട്. എടാ നമുക്ക് ആ ബ്രെയിൻ റൂട്ടിന് സൂം. എടാ എനിക്ക് ഇത്ര സൂമേ പോകാൻ പറ്റൂ. എടാ 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 അതൊക്കെ ഔട്ട് ഓഫ് കൺട്രോളാടാ. എടാ
എനിക്കിതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലടാ. ഔട്ട് ഓഫ് കൺട്രോള്. മതി. എവിടെടാ എനിക്ക് ഈ സാധനമൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഈ ഗെയിം മനസ്സിലായിട്ടില്ല. നമുക്കത് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വരും. നമുക്കപ്പോഴേക്കും റീബർത്തിന് ഇനി 2K ക്യാഷ് വേണം. 100K നിന്റെ മോനെ. ഇതിനകത്ത് പൈസ ഉണ്ടാക്കാൻ സിമ്പിളാണല്ലേ. എടാ ഇതിനകത്ത് പൈസ ഉണ്ടാക്കാൻ പാടില്ലടാ. എടോ അയ്യോ ഞാൻ തിരിയിട്ട് റീബർത്ത് ചെയ്യാം. അയ്യോ എടാ 2K മതിയില്ല. എടാ 2K മതി. നമ്മളെ 9 റോബക്സ് ഉണ്ട്. അമേസിങ്. നമുക്ക് ഇവിടെ എങ്ങനെ വെക്കാം? നമ്മളെ ഇപ്പം പൈസ ഇല്ല. നമ്മളിപ്പോൾ പാപ്പരായി. ഇപ്പോൾ നമ്മൾ പ്രോയായി. ഓക്കെ, മഹാദേവൻ നമ്മളോട് ജോയിൻ അടിച്ചിട്ടുണ്ട്. അയ്യോ നമുക്ക് എടാ 2 മില്യനാടാ. ഗൈസ് എനിക്ക് പറ്റുന്ന റീബർത്തൊക്കെ ഒന്ന് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പറ്റുന്ന റീബർത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മൾ എത്ര റീബർത്ത് ചെയ്തു? റീബർത്ത് അങ്ങോട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ നമുക്കിനി എല്ലാം ഗ്രേഡ് ചെയ്യാം. നമ്മളേലിപ്പോൾ 400 ഇത്ര മില്യനൊക്കെ ഉണ്ട്. നമ്മളിത്ര പ്രോയായി മാറിയിട്ടുണ്ട്. എടാ നമുക്കിനി ഇനി ഞാൻ അങ്ങ് പോകണോ? കുറേ ഇനി പോവും. എടാ ഇനി കുറേ പോലെ. എൻ്റെ മോനെ എടാ ഇവിടം വരെ പോകാൻ പറ്റും. എടാ എൻ്റെ മോനെ അത്രേ ഉള്ളു ഗൈസ്. നമുക്ക് 17ൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലെജൻഡറി സാധനം ഇവിടെ. അയ്യോ അത് നമ്മൾ എടുത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, അതിന് 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ബേസിലോട്ട് എത്തും. ഓക്കെ, എയിം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി സൂം ചെയ്യണം. ഇനി സൂം ചെയ്യുന്ന ഭയങ്കര പാടാണ് കേട്ടാ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ സൂം ചെയ്ത് പോകണോടാ. ഞാൻ കുറേ ലെവലായിപ്പോയി. എനിക്ക് തോന്നുന്നു ഞാൻ 500 വരെ അങ്ങോട്ട് പോകുന്നല്ലേ ഗൈസ്. റൈവൽസിൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. റൈവൽസിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഇടും. എനിക്ക് തോന്നുന്നു ഈ മാസം മിയാവുളല്ലേടാ പോണേ. എടാ മിയാവുളടാ. എടാ എനിക്ക് മിയാവുള് വേണോടാ. പോടാ പൊട്ടന്മാരെ, നിന്നെ കൊണ്ടൊന്നും പറ്റൂല. അയ്യോ മിയാവുള്. അയ്യോ എടാ ഇതെന്തുവാടാ പരിപാടി? മിയാവുള് കൺമുന്നിൽ കൂടെ പോണു. എനിക്ക് ഈ ഗെയിം ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞേ. എടാ ഔട്ട് ഓഫ് റേഞ്ച് ആടാ അത്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? എടാ അമ്മക്ക് മണ്ടയിലോട്ട്. എടാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വെടി വയ്ക്കണു. മിയാവുള് കിട്ടി. എടാ ഗെയിം ഇപ്പോഴാണ് ഇത്തിരി മനസ്സിലായി തുടങ്ങിയ. ഫ്ലൂള അപ്ലൈക്ക് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. ഫ്ലൂള എൻ്റെ മോനെ. എടോ ഇവിടെ എത്ര പൈസയൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ $1 ബില്യൺ നമ്മളെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബില്യൺ ഗൈസ്. എടാ നമ്മള് ഓക്കെ അത് നമ്മൾ 26 മില്യൺ ആക്കിയിട്ടുണ്ട്. മറ്റേ ബ്രെയിൻ റൂട്ട് ഇവിടെ. എടാ അതിനി കുത്തിപ്പൊക്കാൻ കുറേ ടൈം എടുക്കും. ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ വരുന്നല്ലോ കൊണ്ടുവന്ന് നോക്കാം. 10 ഇതുണ്ട്.
എടാ ഇതൊക്കെ എന്തിനാണ് മേടിക്കാൻ? അതൊന്നും മേടിക്കാൻ പറ്റൂല ഗൈസ്. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് മഹാദേവന് നമുക്ക് ഏത് കൊടുക്കാം? സ്പേസിന് നമുക്ക് ഓട്ടോ ക്യാഷ് കൊടുക്കാം. ഓക്കെ, നമ്മൾ മേടിക്കുകയാണ്. 3, 2, 1 ലെറ്റ്സ് ഗോ. യോ ഗൈസ്, മിയാവ് സ്ട്രോബെറി എലിഫന്റ്. അയ്യോ ഈ ഇൻവെന്ററി എങ്ങനെ അടയ്ക്കുന്ന? ബദിരീങ്ങളെ, എനിക്ക് ഇൻവെന്ററി എങ്ങനെ അടയ്ക്കുന്ന? ഓക്കെ, അടച്ച്. ഓക്കെ, അത് നമ്മുടെ ലാസ്റ്റാണ് ഗൈസ്, നമ്മുടെ മിയാവള് ഭയങ്കര റെയറാണ്. ഞാൻ ഒന്നും നോക്കുന്നില്ല, എത്ര മില്യൺ പറ്റും അത്ര അങ്ങ് കൊടുക്കാൻ പോവാണ് ഗൈസ്. 118 മില്യനോ? അമ്പോ അയ്യോ ചത്തു. 3 മില്യൺ വേണം നമുക്കതൊരു പ്രശ്നമല്ല. അയ്യോ എടാ, നമ്മൾ റീബർത്ത് ചെയ്യുമ്പോൾ നമ്മളെല്ലാം പോവല്ലേ? റീബർത്ത് ഇതാണ് കേസ്, ഞാൻ ഒന്നും ചെയ്യാത്ത. എനിക്ക് റീബർത്ത് ഇഷ്ടമല്ല. അയ്യോ എടാ, ഞാൻ ഇനി വീണ്ടും അവിടെ വരെ കൊണ്ടുപോകണ്ടേടാ. എടാ, ഗെയിം ഇപ്പം എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല ഏട്ടാ. എനിക്ക് ഇപ്പോഴും ഒട്ടും മനസ്സിലായിട്ടില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇന്ന് കളിക്കുന്നതേ ഉള്ളൂ. എടാ, ഗെയിം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഏട്ടാ. ഞാൻ ചുമ്മാ ഇന്ന് കളിക്കുന്നതേ ഉള്ളൂ. ഈ ഗെയിമിൻ്റെ ഐഡിയ ഇട്ടിട്ടില്ല. ഇതൊരുമാതിരി സ്റ്റക്കലായ ഗെയിം, വൃത്തികെട്ട ഗെയിം. ഔട്ട് ഓഫ് റേഞ്ചാ. അയ്യോ, ചില്ലി ഷൂട്ടെ. മിത്തിക്കിൽ നമുക്ക് പോകാൻ പറ്റൂല. എടാ പാമ്പോ, നമുക്ക് എടാ അമ്മക്ക് ഇവിടെയുള്ള ബ്രെയിൻ റൂട്ടുകൾ എടുക്കാൻ പറ്റുമോ? എടാ അയ്യോ എടാ, ഇതെന്തിര്? പെട്ടെന്ന് ആ സാധനം. ഓക്കെ, നമുക്കങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. എടാ, ഷീൽഡ് റെഡിയായ? എടാ, ഇതൊക്കെ ഞാൻ കണ്ട പോലും ഇല്ല. കണ്ടെങ്ങനെ എപ്പോഴും ഇതൊക്കെ ശരിയാക്കിയാണ്. എനിക്കിതെന്തിനാണ്? ഷീൽഡ് യുവർ നെക്സ്റ്റ് ടേൺ. ഓക്കെ, നമുക്കിപ്പോൾ എത്ര പൈസ ആയിട്ടുണ്ടെന്നൊന്ന് കളക്ട് ചെയ്ത് നോക്കാം. പൈസ പണി. എടാ, ഞാൻ റീബർത്ത് ചെയ്തടാ. അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. അത്രയൊക്കെ വേണോ? എടാ ഇനി നമുക്ക് 2 ബ്രെയിൻ റൂട്ട് ചെയ്താക്കാൻ പറ്റൂടാ. ഓ, അതാണ് കാര്യം. എടാ, ഇനി നല്ല രീതി ഹാങ് വന്ന്. വേണോ മഹാദേവാന്ന് എനിക്ക്? അത്രേ ഉള്ളു. ഇതിനകത്ത് മൈക്കില്ല. അല്ലായിരുന്നെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ സംസാരിച്ചുകൊണ്ട് കളിച്ചേരാം. ഗൈസ്, നമ്മൾ സ്റ്റീൽ ബ്രെയിൻ റൂട്ടിൽ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആര്യനുണ്ടല്ലടാ, എന്നെ മറ്റേ ഒരു സബ്സ്ക്രൈബർ, അവൻ എൻ്റെ ബേസ് സ്കിന്നാണെങ്കിൽ എൻ്റെ അക്വാഡിക്കിന് അവൻ്റെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അവനാണെങ്കിൽ അതുകൊണ്ട് കളഞ്ഞടാ. എൻ്റെ കുറേ ദിവസം സർവറില്ലായിരുന്നല്ലോ. അപ്പോഴാണെങ്കിൽ അവന് സർവർ വേണമെന്നും പറഞ്ഞ് അവൻ ഒരു സ്ക്രിപ്റ്റ് ചുമ്മാ ഒരു പൊട്ടം പറഞ്ഞ് ഇത് എന്തേരാ എന്തെങ്കിലും തന്നാനാ എന്തേരാ എൻ്റെ സർവർ കയറ്റാം. ആ പൊട്ടത്തരം വിശ്വസിച്ച് അവൻ കൊടുത്ത് എൻ്റെ സർവർ പോടാ. പക്ഷെ എൻ്റെ ഈ ബേസ് സ്കിന്ന് പോടാ. എനിക്ക് സത്യമായിട്ട് നല്ല ദേഷ്യമുണ്ട് കേസ്. പക്ഷേ ഞാൻ വീഡിയോ ആയതുകൊണ്ടൊന്നും പറയാത്ത. അവൻ്റെ മണ്ടയ്ക്ക് എനിക്ക് അടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തല്ല അവൻ്റെ വീട്. ഇരുന്നെങ്കിൽ ഇന്ന് ഞാനല്ലേ അവൻ എന്ന് പറയുന്ന 1v1 മാച്ച് നടന്നു. എടാ, കാരണം എടാ ബേസ് സ്കിൻ ഭയങ്കര റെയറായിരുന്നു. എന്നോ ഇനി ഞാൻ ഒറ്റ ഒരെണ്ണത്തിന് ബേസ് സ്കിൻ കൊടുക്കില്ല.
നിങ്ങൾ വിചാരിക്കും ബ്രോ അക്വാട്ടിക്ക് റെയറാണ്, ബ്രോയ്ക്ക് വിഷമില്ലേ. ഞാൻ അപ്പം കുറേ കരഞ്ഞ്. പിന്നെ മനസ്സിലായി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത്തിരി വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്താൽ ഞാൻ കളിക്കുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ വീഡിയോ 15 മിനിറ്റ് അത് മതിയടാ, അത്രയും ലെങ്ത് മതി. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ ഇടുമ്പോൾ നിങ്ങളതൊന്നും കാണാറില്ല. നിങ്ങൾക്ക് ലെങ്ത് കൂടിയ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എന്തായാലും ഇടുന്നിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഗൈസ്.